ഹലോ സുഹൃത്തുക്കളെ, എന്താണ് ബ്രാഹ്മ മുഹൂർത്തം? നമ്മളുടെ സംസ്കൃതത്തിലെ ഒരു വാക്കാണ് ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയുന്ന ഭാഗം. എന്താണ് ബ്രാഹ്മ മുഹൂർത്തത്തിൻ്റെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ ഇതെത്ര സമയമാണ്, ഇതേത് സമയത്താണ് എന്നതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദു ദൈവമായ ബ്രഹ്മാവിൻ്റെ മുഹൂർത്തം അഥവാ ബ്രഹ്മാവ് ഉണർന്ന് എഴുന്നേൽക്കുന്ന സമയം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബ്രഹ്മാവ് ഉണർന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയായ സൃഷ്ടി ചെയ്യാൻ തുടങ്ങുന്ന സമയത്തെയാണ് ബ്രാഹ്മ മുഹൂർത്തമായി എല്ലാവരും കണക്കാക്കുന്നത്. ഇത് വാസ്തവത്തിൽ നമ്മുടെ സൂര്യ ഉദയത്തിന് 1 മണിക്കൂർ 36 മിനിറ്റ് മുൻപ് തുടങ്ങുകയും സൂര്യ ഉദയത്തിന് 48 മിനിറ്റ് മുൻപ് അവസാനിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് ഒരു ദിവസത്തെ ബ്രാഹ്മ മുഹൂർത്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 6 മണിക്കാണ് ഉദയം എന്ന് നമ്മൾ ചിന്തിച്ചാൽ അതിന് 1 മണിക്കൂറും 36 മിനിറ്റും പുറകിലായിട്ടുള്ള 4 മണി 24 മിനിറ്റിൽ തുടങ്ങുകയും 5 മണി 12 മിനിറ്റിൽ അവസാനിക്കുകയും ചെയ്യുന്നതാണ് വാസ്തവത്തിൽ ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയുന്ന പ്രധാന മുഹൂർത്തം. അപ്പോൾ വാസ്തവത്തിൽ ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് എല്ലാ സൃഷ്ടിയുടെ ഭാഗങ്ങളെയും അഥവാ നമ്മുടെ സ്പിരിച്വലായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് എന്ന് നമുക്ക് മനസ്സിലായി. എന്നാൽ അതുകൂടാതെ മെഡിറ്റേഷൻ, യോഗ, പ്രാർത്ഥന പോലെയുള്ള കാര്യങ്ങൾക്കും ഏറ്റവും ഉത്തമമായ ഒരു സമയം കൂടിയാണ് ബ്രാഹ്മ മുഹൂർത്തം എന്നാണ് നമ്മളുടെ ഭാരതീയ ദർശനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുപോലെയുള്ള ഒരു പുതിയ അറിവുമായി ഇനിയും കാണുന്നതുവരെ ഏവർക്കും നമസ്കാരം.